തുഗ്ലക് പരിഷ്കാരം എന്ന് നമ്മൾ പറയാറുണ്ട്, കണാപ്പൻ എന്ന് നമ്മൾ വിളിക്കാറുമുണ്ട്. രണ്ടും വിഡ്ഢിത്തത്തിൻ്റെയും മണ്ടത്തരത്തിൻ്റെയും ഉദാഹരണങ്ങളാണ്. 1900 തുടക്കത്തിൽ മലബാറിലെ അസിസ്റ്റന്റ് കളക്ടറും ജില്ലാ മജിസ്ട്രേറ്റുമായിരുന്ന ആർതർ ലോർലാൻഡ് കണാപ്പാണ് കണാപ്പൻ എന്ന വാക്കിൻ്റെ സൃഷ്ടി. തെറ്റായതും തലതിരിഞ്ഞതുമായ തീരുമാനങ്ങൾ വഴി സ്റ്റേറ്റിന് നഷ്ടമുണ്ടായപ്പോൾ പതിയെ മലയാളികൾക്കിടയിൽ രൂപപ്പെട്ട പദമാണ് കണാപ്പൻ എന്നത്. കണാപ്പ് ചെയ്തതൊക്കെ കണാപ്പത്തരം എന്ന അർത്ഥത്തിൽ കണാപ്പൻ ഇന്നും നമുക്കിടയിൽ പ്രചാരത്തിലുണ്ട്. തുഗ്ലക് പരിഷ്കാരം എന്ന് പറയുന്നത് 14-ാം നൂറ്റാണ്ടിലെ ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തി കാട്ടിക്കൂട്ടിയ വിവരക്കേടുകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട പഴഞ്ചൊല്ലാണ്. ചെയ്തു കൂട്ടിയതെല്ലാം വിഡ്ഢിത്തമായിരുന്നു, പണ്ഡിതനായിരുന്നു തുഗ്ലക്ക്. ഈ രണ്ട് പദത്തെയും ഓർമ്മിപ്പിക്കുന്ന ഭരണാധികാരിയായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ. 2020 തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭൂരിപക്ഷം കിട്ടിയ CPM ചില മുതിർന്ന വനിതാ നേതാക്കളെ ഒതുക്കുന്നതിന് വേണ്ടി ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന നിലയിൽ സൃഷ്ടിച്ചതായിരുന്നു ആര്യ രാജേന്ദ്രൻ എന്ന കന്നിവോട്ടുകാരിയെ. ആ കന്നിവോട്ടുകാരി കേരളത്തിലുണ്ടാക്കിയ ദുരന്തം, തിരുവനന്തപുരത്തിനുണ്ടാക്കിയ നഷ്ടം ചില്ലറയല്ല. അവരുടെ അഹങ്കാരവും ധാർഷ്ട്യവും ജനങ്ങളോടുള്ള വെറുപ്പും തിരുവനന്തപുരംകാർ ഒരിക്കലും മറക്കില്ല. CPMനുണ്ടാക്കിയ നഷ്ടം ചില്ലറയല്ല. പരമ്പരാഗതമായി BJPക്ക് വോട്ടേറെയുള്ള തിരുവനന്തപുരം നഗരത്തിൽ ആദ്യമായി 6 സീറ്റ് പിടിച്ച് BJP രംഗത്ത് വരുന്നത് 2010-ലാണ്. 2015 അവർ നില ഒരുപാട് മെച്ചപ്പെടുത്തി. 2020 BJP നിർണായക ഘടകമായി, കോൺഗ്രസ് പാർട്ടി മൂന്നാമതായി പോയി. ഈ കാലഘട്ടത്തിലൊക്കെ BJP നടത്തിയ ശ്രമങ്ങളൊന്നും വിജയിക്കാതിരുന്നപ്പോൾ ഒറ്റയടിക്ക് 5 വർഷം കൊണ്ട് ആര്യ രാജേന്ദ്രൻ എന്ന യുവതി BJPക്ക് ഇവിടെ വാതിൽ തുറന്നു കൊടുത്തു. രാജീവ് ചന്ദ്രശേഖരന്റെ മിടുക്കും പ്രാഗൽഭ്യവും ഒരു കമ്പനി CEO പോലുള്ള പ്രവർത്തനവും ഒക്കെ ശ്രദ്ധേയമാണെങ്കിൽ കൂടി ആര്യ രാജേന്ദ്രൻ BJPയുടെ വിജയത്തിനുണ്ടാക്കി കൊടുത്ത തിളക്കം അവഗണിക്കാൻ സാധ്യമല്ല. തൊട്ടതെല്ലാം വിവാദമായിരുന്നു ആര്യ രാജേന്ദ്രനെ. അഹങ്കാരമായിരുന്നു അവരുടെ മുഖമുദ്ര. ആര്യ രാജേന്ദ്രൻ തുടക്കകാലത്തെ ഞാൻ ചെയ്ത ഒരു പഴയ വീഡിയോയിൽ ഒരു ശകലം കേൾപ്പിക്കാം. സൂചിപ്പിച്ചതുപോലെ LKG വിദ്യാർത്ഥിനിയെ പിടിച്ച് മേയറാക്കിയാൽ, അല്ലെങ്കിൽ ഒരു സ്കൂൾ കുട്ടിയെ പിടിച്ച് മേയറാക്കിയാൽ ഇത് അനുഭവിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. വാസ്തവത്തിൽ CPIM പലപ്പോഴും ചെയ്യുന്ന പല തട്ടിപ്പുകളും അവർ അതിനെ ആദർശവൽക്കരിക്കുന്നത് ഇത്തരം നുണപ്രചരണത്തിലൂടെയാണ്. ആര്യ രാജേന്ദ്രൻ കേരളത്തിലെ വലിയൊരു പരീക്ഷണമാണ്, യുവാക്കൾക്ക് ആവേശം നൽകാനാണ് എന്ന് പറയുമ്പോഴും അവരുടെ മറവിൽ കൊള്ള തുടരുന്നു. അതിനെ വിമർശിക്കുന്നവരെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. ആ ന്യൂ തിയേറ്ററിന്റെ പരിസരത്തെ മലിന പ്രശ്നത്തിന്റെ പേരിൽ സത്യാഗ്രഹം ഇരുന്ന ജോമോൻ എന്ന് പറയുന്ന ഒരു യുവാവ്, അദ്ദേഹം പലതവണ മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്തി, അത് ഇടപെടുന്നില്ല. ഒടുവിൽ ഒരു കട്ടിലിട്ട് അദ്ദേഹം അവിടെ സത്യാഗ്രഹം ഇരിക്കുകയാണ്. വലിയ വിവാദമായി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. ആ സോഷ്യൽ മീഡിയ പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത ഒരു സനോജ് തെക്കക്കര എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച് വിളിച്ച് ടെലിഫോൺ നമ്പർ മേടിച്ച് നോക്കി പരിശോധിച്ച് ടെലിഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി മേയർ, 21 വയസ്സുകാരി. ആലോചിച്ച് നോക്കൂ, തിരുവനന്തപുരം നഗരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ചുമതല ഏൽപ്പിക്കേണ്ട മേയർ പദവി CPM ഒരു കൊച്ചുകുട്ടിയെ ഏൽപ്പിച്ചിട്ട് തിരുവനന്തപുരം നഗരം അനുഭവിക്കുന്ന യാതനയുടെ അവസ്ഥ. ഇത്തരത്തിൽ അഹങ്കാരത്തിന്റെ പ്രതീകമായി സകലരൊരു മല്ലിട്ട് താനാണ് രാജ്ഞി, താനാണ് കിരീടാവകാശി എന്ന തരത്തിൽ ആര്യ രാജേന്ദ്രൻ ഉറഞ്ഞു തുള്ളിയപ്പോൾ വാസ്തവത്തിൽ CPMന്റെ ഗ്രിപ്പ് ഇല്ലാതാവുകയായിരുന്നു. അതുകൊണ്ടാണ് നല്ല രാഷ്ട്രീയ പരിചയമുള്ള ഗായത്രി ബാബു ഒരു പോസ്റ്റിലൂടെ പ്രതിഷേധിച്ചത്. പാർട്ടിയേക്കാൾ വലുതാണ് എന്ന് കരുതിയ ആര്യ രാജേന്ദ്രനെ തന്റെ കീഴെയുള്ളവരോടെല്ലാം പുച്ഛം, തന്റെ മുകളിലുള്ളവരോടെല്ലാം അമിതമായ വിനയം, കരിയർ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി മേയർ ഓഫീസിനെ ഉപയോഗിക്കുന്നതിലെ ശുഷ്കാന്തി, ഇത്തരത്തിൽ ആര്യ രാജേന്ദ്രന്റെ കുറ്റങ്ങൾ എണ്ണി പറഞ്ഞ് ഗായത്രി ബാബു ഇട്ട പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്. സകല നാട്ടുകാരെയും വെറുപ്പിച്ച് മേയർ ഓഫീസിനെ സ്വന്തം കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു വേദിയാക്കി മാറ്റി. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം മുതിർന്ന നേതാക്കളുമായി അടുത്ത ബന്ധമുള്ളതുകൊണ്ട് കോർപ്പറേഷനോ താഴത്തെ തട്ടിലുള്ള ജനങ്ങളോ തനിക്ക് പ്രസക്തമല്ല എന്ന തരത്തിൽ അഹങ്കാരത്തിന്റെ പ്രതീകമായി ആര്യ രാജേന്ദ്രൻ മുന്നേറിയപ്പോൾ CPMന് നഷ്ടപ്പെട്ടു പോയത് അവരുടെ കയ്യിലുള്ള ഒരു കോർപ്പറേഷൻ തന്നെയാണ്. കോൺഗ്രസിന് വോട്ട് ചെയ്താൽ BJP വരും എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടുന്ന CPMന് ഇതിനേക്കാൾ വലിയ തിരിച്ചടിയില്ല. CPMന് വോട്ട് ചെയ്താൽ BJP വരും എന്ന് അവർ മനസ്സിലാക്കിയതോടെ CPMന് വോട്ട് ചെയ്യുന്ന BJP വിരുദ്ധർക്ക് പോലും മാറി ചിന്തിക്കേണ്ടി വന്നു. അത്തരമൊരു സാഹചര്യം തിരുവനന്തപുരത്തിന് ഉണ്ടാക്കി കൊടുത്തത് ആര്യ രാജേന്ദ്രന്റെ അഹങ്കാരമായിരുന്നു. അഴിമതിയായിരുന്നു ആര്യ രാജേന്ദ്രന്റെ ഭരണകാലത്ത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മുഖമുദ്ര. അവർ വ്യക്തിപരമായി നേട്ടമുണ്ടാക്കിയോ അതോ പാർട്ടിയിലെ ചില താൽപര്യ കക്ഷികൾക്ക് നേട്ടമുണ്ടാക്കാൻ നിന്നുകൊടുത്തോ എന്നതിനെക്കുറിച്ച് മാത്രമേ നിശ്ചയമില്ലാത്തതുള്ളൂ. തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിലുള്ള നിയമനങ്ങളിൽ പാർട്ടിക്കാരെ ശുപാർശ ചെയ്യാൻ പാർട്ടി സെക്രട്ടറിക്ക് മേയർ തന്റെ ഔദ്യോഗിക ലെറ്റർപാടിൽ കത്തയച്ചത്രയും എത്തിയിരുന്നു അവരുടെ പാപ്പരത്തം. കോവിഡ് കാലത്ത് നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ ശുദ്ധീകരണത്തിന്റെ പേരിൽ പണം എഴുതി മാറ്റിയതിന്റെ പേരിലും
പട്ടികജാതി പട്ടികവർഗ ഫണ്ട് തട്ടിച്ചതിന്റെ പേരിലും LED ബൾബ് അഴിമതി നടത്തിയതിന്റെ പേരിലും നിരക്ഷരരുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടി തട്ടിപ്പ് നടത്തിയതിന്റെ പേരിലും ജാതി തിരിച്ച് കായികമേള നടത്തിയതിന്റെ പേരിലും രേഖകളില്ലാതെ നികുതി പിരിച്ചതിന്റെ പേരിലുമൊക്കെ ഇവർ വിവാദത്തിലായി. ഇത്രയേറെ വിവാദത്തിലൂടെ കടന്നുപോയ ഒരു മേയർ തിരുവനന്തപുരത്ത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. പാർട്ടിക്കാർക്ക് പോലും അവരെ തിരുത്താൻ കഴിയുമായിരുന്നില്ല. കാരണം സാധാരണ പാർട്ടിക്കാർക്കൊക്കെ മുകളിലാണ് താനെന്നും തനിക്ക് ഉന്നതമായ ബന്ധമുള്ളതുകൊണ്ട് തന്നെ ആർക്കുമൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും മേയർ ആര്യ രാജേന്ദ്രൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ആര്യയെ മാറ്റി പുതിയൊരു മേയറെ നിയോഗിച്ച് മുഖം രക്ഷിക്കാനുള്ള പ്രാദേശിക നേതൃത്വത്തിന് താല്പര്യവും സംരക്ഷിക്കപ്പെട്ടില്ല. ഒടുവിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് 2 വിവരക്കേടുകൾ കൂടി കാണിച്ചു വെച്ചു. ഒരു പാവപ്പെട്ട KSRTC ഡ്രൈവറെ അഹങ്കാരത്തോടെ വഴിയിൽ തടഞ്ഞ് അയാളുടെ മേൽ കള്ളക്കേസെടുത്ത് അയാളുടെ പണി തെറിപ്പിച്ച് സകല മനുഷ്യരുടെയും വെറുപ്പ് സമ്പാദിച്ചു ആര്യ രാജേന്ദ്രൻ. എന്നിട്ട് മുഖം മൂടാൻ വേണ്ടി ലണ്ടനിൽ പോയി കാശ് കൊടുത്ത് പുരസ്കാരം വാങ്ങി കൂടുതൽ എളിഭയായി. അങ്ങനെ തൊട്ടതെല്ലാം വിഡ്ഢിതമായി മാറിയ ഭരണാധികാരിയായി നാണം കെട്ട് പടിയിറങ്ങുകയാണ് ആര്യ രാജേന്ദ്രൻ. ആരോഗ്യ കാരണങ്ങളാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ശിവൻകുട്ടി നേമത്ത് മത്സരിക്കാത്ത സാഹചര്യമുണ്ടെന്നും അതുകൊണ്ട് തന്നെ മേയർ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയാൽ ആര്യ രാജേന്ദ്രൻ നേമത്ത് മത്സരിക്കുമെന്നുമൊക്കെ പറഞ്ഞു കേട്ടത് വെറുതെയായി. ഈ തെരഞ്ഞെടുപ്പിൽ മേയറെ CPM വീട്ടിലിരുത്തിയത് പോലും ആര്യ രാജേന്ദ്രനെ കണ്ടാൽ ഉള്ള വോട്ട് നഷ്ടപ്പെടും എന്ന് ഭയന്നാണ്. ഈ തോൽവിയോടുകൂടി ആര്യ രാജേന്ദ്രൻ പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ നിന്നും നിഷ്കാസതയാവുന്നു. തിരുവനന്തപുരത്ത് പതിയെ സ്ഥലം വിട്ട് ഭർത്താവിന്റെ സ്ഥലമായി കോഴിക്കോടേക്ക് ചേക്കേറുക മാത്രമായിരിക്കും ഇനി ആര്യ രാജേന്ദ്രന് മുമ്പിലുള്ള വഴി. ഇത്ര ചെറുപ്പത്തിൽ ഇത്രയും ഉന്നത പദവിയിലെത്തി ഇതുപോലെ നാണം കെട്ട് പടിയിറങ്ങുന്ന മറ്റൊരാൾ ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാവില്ല.